അയ്യോൾ ഞാൻ ഹണി, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ എങ്ങനെയുണ്ട്? വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? എന്തായാലും ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ റോസ്മേരി ലിപ്സ് വെച്ചിട്ടൊരു ഹെയർ ഓയിലാണ് കാണിക്കുന്നത്. നമ്മളിത് വെറുതെയല്ല തയ്യാറാക്കുന്നത്, ഉരുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഈ ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത്. എന്തായാലും ഞാൻ ഒരു സ്പൂൺ അളവിൽ റോസ്മേരിയുടെ ലീവ്സ് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മുടി വളർച്ച ഉണ്ടാകാനും താരൻ മാറാനും പുതിയ മുടി കിളുക്കാനും ഒക്കെ വളരെയധികം നല്ലതാണ്. നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ഒരു മുറി തേങ്ങയാണ്. ഞാൻ ഇതിൻ്റെ തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാലെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഏകദേശം ഒരു കപ്പോളം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, ഇതാണ് കേട്ടോ. നമുക്കിനി ഇതൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാനിപ്പോൾ ഒരു അലുമിനിയം ചീനിച്ചട്ടിയിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനി നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് എണ്ണ വേർതിരിച്ചെടുക്കണം കേട്ടോ. ഇതൊരു അടിപൊളി പണിയാണ്. പണ്ട് ചെറുപ്പത്തിലൊക്കെ ധാരാളമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിപൊളിയാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ വെളിച്ചെണ്ണയൊന്നും അല്ല, അടിപൊളി മണമായിരിക്കും. ഞാൻ ഇതുപോലെ കുറച്ച് റോസ്മേരി ലീവ്സ് കഴുകി വെച്ചിട്ടുണ്ട്, നമ്മൾ പറിച്ചെടുത്തില്ല അത്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കുറച്ച് തുളസി ഇലയാണ്. പറിച്ചെടുത്ത് വൃത്തിയായി കഴുകിയത്. ഒരു സ്പൂൺ അളവിൽ എള്ള് കഴുകിയെടുത്തതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ട 2 ചുവന്നുള്ളി, ഒരു 4 ചെമ്പരത്തിപ്പൂവാണ്. നമ്മൾ അത്രയ്ക്കേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾ കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അളവിലെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇനി എന്തായാലും ഇതൊരു കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റോസ്മേരി ലീവ്സും നമുക്ക് ചതയ്ക്കാൻ പാടില്ല. ബാക്കി എല്ലാ ചേരുവകളും നമുക്ക് നന്നായിട്ട് ഇതുപോലെ കല്ലിൽ വെച്ച് ചതച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരകല്ലിൽ വെച്ച് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആകെ 2 ചുവന്നുള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ ചെമ്പരത്തിപ്പൂ എടുക്കുമ്പോൾ അതിൻ്റെ പൂമ്പൊടിയുള്ള ഭാഗം മാറ്റിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് ചതച്ചെടുത്തത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊന്ന് വേർതിരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളർ എടുത്തണം. നമുക്ക് അതിന് മുന്നേ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ റോസ്മേരി ലീവ്സൊക്കെ അധികം കരിഞ്ഞു പോകാണ്ടിരിക്കാനാണ് കേട്ടോ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ സത്തൊക്കെ പൂർണ്ണമായിട്ട് എണ്ണയിലേക്ക് ഇറങ്ങി എണ്ണയൊന്ന് മൂത്ത് വരുമ്പോഴേക്കുമാണ് നമ്മുടെ എണ്ണയുടെ പാകം. ഇത് ഇപ്പം നമ്മൾ ഇതൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ കക്കനില്ലേ, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളവിടെ കോട്ടയത്തേക്ക് കക്കൻ എന്നാണ് പറയുന്നത്. അത് നമുക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇതൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് കഴിക്കാൻ നിർവാഹമില്ല. എന്തായാലും നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഏകദേശം മൂത്തൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മുടെ എണ്ണ പാകപ്പെട്ട് വരും. എന്തായാലും ഇത് മുടി വളർച്ച ഉണ്ടാകാൻ വളരെയധികം നല്ലതാണ്. അല്ലെങ്കിൽ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ കുട്ടികൾക്ക് വരെ ഉപയോഗിച്ച് കൊടുക്കാവുന്നതുള്ളൂ. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ എണ്ണ തയ്യാറാക്കുന്നത് അധികം ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഏകദേശം 2 അല്ലെങ്കിൽ ഒരു 3 സ്പൂൺ അളവിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്കിത് ഒരു 10 ഡ്രോപ്പൊക്കെ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ എണ്ണ പാകപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ എണ്ണയുടെ ഒരു ഭാഗം. ഏകദേശം ഗോൾഡൻ കളറിൽ എത്തിയപ്പോഴേക്കും നമ്മളിതൊരു സ്പൂണ് വെച്ച് കോരി ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നെയോ നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. അധികം ഒന്നും അപ്ലൈ ചെയ്യേണ്ട, ഒരു 10 ഡ്രോപ്പ് എടുത്ത് അപ്ലൈ ചെയ്താൽ മതിയാവും. താങ്ക് യു ഫോർ വാച്ചിങ്.